നാട്ടിലെ ചില വലിയ കള്ളത്തരങ്ങളുടെ ഊടുവഴികൾ ദുബായുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത്തരം ആളുകളെ പൊക്കുന്നതും വാർത്തയായി വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പ്രമുഖ ബാങ്കിൻ്റെ പ്രോഡക്റ്റാണ്. മ്യൂച്വൽ ഫണ്ട് എല്ലാവരും വിശ്വസിക്കുന്ന ആക്സിസ് ബാങ്കിൻ്റെ പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു 8500 കോടി ദിർഹത്തിൻ്റെയൊക്കെ ബിസിനസ് നടക്കുന്ന മ്യൂച്വൽ ഫണ്ട്. അതിൻ്റെ തലപ്പത്തിരുന്ന ഒരാൾ, ഒരു ജോഷി എന്നൊരാൾ, അദ്ദേഹം അതിൻ്റെ ചീഫ് ട്രേഡറായിട്ടിരിക്കവേ എന്താണ് മാർക്കറ്റിൽ വരാൻ പോണ ചലനങ്ങൾ എന്നത് തൊട്ട് മുൻകൂട്ടി അറിഞ്ഞിട്ട് ആ അറിവ് മറ്റു ചിലർക്ക് പ്രദാനം ചെയ്തിട്ട് ഇന്ന ഫണ്ടിൽ മാറ്റം വരാൻ പോകുന്നു, ഇന്ന മ്യൂച്വൽ ഫണ്ടിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാവാൻ പോകുന്നു, ഇന്ന ക്ലയൻസ് കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി ഓർഡർ തന്നിരിക്കുന്നു, അതുകൊണ്ട് അതിൻ്റെ വില കൂടും അല്ലെങ്കിൽ കുറയും, ഇങ്ങനെയുള്ള ട്രെൻഡുകൾ മുൻകൂട്ടി കിട്ടുന്ന ചില രഹസ്യമായിട്ടുള്ള അറിവുകൾ, വളരെയധികം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട ചില അറിവുകൾ, സ്ഥാനമാനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അല്പലാഭത്തിന് വേണ്ടി ചിലർക്ക് ചോർത്തി കൊടുക്കും. ചോർത്തി കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മാർക്കറ്റ് ചില വിദ്വാൻമാർ അതിനനുസരിച്ച് ഓഹരി വാങ്ങാനും വിൽക്കാനുമൊക്കെ തയ്യാറാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയൊരു തുക ലാഭമായിട്ട് വളരെ പെട്ടെന്ന് വന്നു ചേരും. ഈ കാശിൻ്റെ നല്ലൊരു ശതമാനം കിക്ക് ബാക്ക് എന്ന രൂപത്തിൽ അതിൻ്റെ കമ്മീഷനായിട്ട് ഈ ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടും. നാളുകളായി 2018 മുതൽ 2021 വരെ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് ജോഷി എന്ന് പറയുന്ന വിരേഷ് ജോഷി എന്ന ഇന്ത്യക്കാരൻ. അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ പിടിമുറുക്കുകയായിരുന്നു. ദുബായ് ബേസ് ചെയ്തൊരു കമ്പനി ഉണ്ടാക്കുക, എന്നിട്ട് ലണ്ടനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ കാശ് വീണ്ടും ദുബായിലേക്കും ഇന്ത്യയിലേക്കും തിരിച്ചു കൊണ്ടുവരിക, ഇങ്ങനെ അന്താരാഷ്ട്ര സാമ്പത്തിക നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുക. ഒടുവിൽ നമ്മുടെ അഹമ്മദാബാദും ഭുജും കൊൽക്കത്തയും മുംബൈയും ഡൽഹിയും ഒക്കെ പരതി നടന്ന ED ഒടുവിൽ വിരേഷ് ജോഷിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു എന്നിരിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ദുബായുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ദുബായിലെ ചില ആളുകൾക്ക് ഇതുമായിട്ട് ഉള്ള ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക, ദുബായിൽ ചിലർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുക, ദുബായ് ഇതിനെ ഒരു ട്രാൻസിറ്റ് പോയിൻ്റാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദുബായ് കൂടി ചിത്രത്തിൽ വരികയാണ്. എന്തായാലും പിടിക്കപ്പെട്ടു. ഇനി ഇത്തരം ആളുകൾ ഉണ്ടാവരുത് എന്ന് ED പറയുമ്പോൾ ഈ സാമ്പത്തിക രംഗത്തും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ നിൽക്കുന്ന ബ്രോക്കർമാരടക്കമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. ആരുടെയെങ്കിലുമൊക്കെ അധ്വാനത്തിൻ്റെ വിഹിതം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പകർന്നു കൊടുത്തുകൊണ്ട് തട്ടിമറിച്ചിട്ട് വലിയ കോടികൾ കൊയ്യാനുള്ള അവസരമാക്കി എടുത്താൽ 4-5 കൊല്ലം കഴിഞ്ഞാലും ഒരു ദിനം ഇതുപോലെ പിടിക്കപ്പെടും എന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ദുബായ് വാർത്ത ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. UAE ചൂടിങ്ങനെ 51 ഡിഗ്രി സെൽഷ്യസൊക്കെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും ഉള്ളൊരു അസ്വസ്ഥത. ഇനിയിപ്പോൾ ഒരു 6 ദിവസമെങ്കിലും കൊടുംചൂടുണ്ടാകും, ഓഗസ്റ്റ് 10 കഴിഞ്ഞാലേ അല്പമൊന്ന് താഴേക്കിറങ്ങൂ എന്നാണല്ലോ പൊതുവേ പറയുന്നത്. അപ്പോൾ ചിലരെങ്കിലും ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് സ്വകാര്യ കമ്പനികളിലെങ്കിലും നടക്കുമോ എന്നറിയില്ല, എങ്കിലും ഒരു ആശയമായിട്ട് പലരും പറയുന്നത് ജോലി സ്ഥലത്തേക്ക് പോകുന്നതും വരുന്നതും തൊഴിൽ ചെയ്യുന്നതും ഹൈബ്രിഡ് സംവിധാനത്തിൽ പറ്റുമോ? ഈ കൊടും ചൂടിൽ കുറച്ച് ദിവസമെങ്കിലും കുറച്ച് സമയമെങ്കിലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഉദാഹരണത്തിന് രാവിലെ ഒരു 10 മണി മുതൽ ഉച്ച തിരിഞ്ഞൊരു 3:30-4 മണി വരെ കൊടും ചൂട് തന്നെയാണ്. ഈ സമയത്ത് അവരവരുടെ വാസസ്ഥലങ്ങളിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാമോ? അതിനുശേഷം വേണമെങ്കിൽ ലേറ്റ് ഈവനിങ് എന്ന് പറഞ്ഞ് കുറച്ച് രാത്രി വരെ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഒരു 4 മണി കഴിഞ്ഞിട്ട് വന്ന് 8 മണി വരെയോ 9 മണി വരെയോ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പോലും ആലോചിക്കേണ്ട ഒരു ചൂടാണ് എന്ന് പറയുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ പല മാധ്യമങ്ങളോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കൊടും ചൂട് വരുമ്പോൾ പുറത്തിറങ്ങി നടക്കുന്ന, പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ, പ്രാദേശികമായി മിക്ക ഗൾഫ് രാജ്യങ്ങളിലും നിയമങ്ങളുണ്ട്. 12:30 മുതൽ ഉച്ചയ്ക്ക് 3-3:30 മണി വരെയൊക്കെ പുറത്തു നിന്ന് ജോലി ചെയ്യാതിരിക്കുക, ചെയ്യിപ്പിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ഡെലിവറി ബോയ്സ്, അതൊന്നും വേണ്ട. നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രോസറിയിലെ ഒരു ഓർഡർ കിട്ടുമ്പോൾ, ഒരു തൈരിന് വേണ്ടി വിളിച്ച് പറയുമ്പോൾ, ഒരു കറിവേപ്പില പാക്കറ്റ് പറയുമ്പോൾ അവർ ഓടിക്കൊണ്ടുപോയി കൊടുക്കുന്ന, അവർ അനുഭവിക്കുന്ന ചൂട്, ഒരു റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ അവർ
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരുന്നത്, തൊട്ടടുത്തൊരു ചായയുമായി പായുന്നത്, ഒരു ഊണുമായി പായുന്നത്, ഇതൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ സമയത്ത് ജോലി ചെയ്യാൻ പറ്റുകില്ല എന്ന് പോലും പറയുന്നത്? ഇങ്ങനെ ഒരു ധർമ്മസങ്കടം മാർക്കറ്റിലുണ്ട് എന്നത് തൊഴിലാളികളും മുതലാളിമാരും ഒക്കെ മനസ്സിലാക്കുന്ന സത്യമാണ്. എങ്കിലും ഈ ഓഫീസുകളിലേക്ക് പോയി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറേ ദൂരം സഞ്ചരിച്ച് മെട്രോയിലൊക്കെ ഇറങ്ങി കുറേ നടന്നൊക്കെ പോകേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കൊടുംചൂടിൻ്റെ ഘട്ടത്തിൽ അല്പം ആശ്വാസം പകരാവുന്ന ഹൈബ്രിഡ് സംവിധാനങ്ങൾ പ്രയോഗിക്കാൻ പറ്റുമോ എന്ന കാര്യമൊക്കെ ചിന്തിക്കേണ്ട ഘട്ടമാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Flour Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Al-Lusud Cargo, Ar-Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.